എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധന മധ്യ വീണ്ടും ഒരു സാക്ഷിയായി നിർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ആരാധനയ്ക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. 2010 ഡിസംബർ മാസം സെക്കൻഡ് സാറ്റർഡേ ആരാധന മധ്യേ ആത്മാവിൽ നിറഞ്ഞ് നിന്ന് 3 വ്യക്തികൾക്ക്, ഈ ഹാളിലിരിക്കുന്ന 3 വ്യക്തികൾക്ക് ഭവനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ പെട്ടെന്നൊരു പ്രകാശം വന്നടിക്കുകയും എന്നാൽ ആ സമയത്ത് ദൈവം എനിക്കൊരു ഭവനം തന്നെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വാസത്തോടെ കടന്നു പോവുകയും ചെയ്തു. 2009 ഞങ്ങൾക്കൊരു ഭവനം ഗവൺമെന്റിന് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരാത്ത ഒരവസ്ഥയിലായിരുന്നു. കൂടെ ദൈവാത്മാവ് ഉണർത്തിയ ശേഷം ഞങ്ങൾ 2010 ഡിസംബർ തന്നെ അവസാനം ആ ഗവൺമെന്റ് തന്നെ ഞങ്ങൾക്ക് വലിയ വിളിച്ചു ഞങ്ങൾക്കൊരു ഭവനം തരാമെന്ന് പറയുകയും ചെയ്തു. പ്രകാരം 2011 ദൈവം ഞങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനം തന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു. ഞങ്ങൾ ഓല കെട്ടി ചോർന്ന് നനഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാനിടമല്ല, ഞാനും മക്കളുമൊക്കെയും ഭായും ചുരുട്ടിക്കൊണ്ട് എവിടെ നനയാത്തിടമെന്ന് നോക്കി ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അവിടെ ദൈവം പ്രവർത്തിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല 8 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞ് ലോണിന്റെ അവസ്ഥയിലായിരുന്നു. ലപ്തി നോട്ടീസ് വന്ന് എപ്പോൾ ഞങ്ങളെ ഇറക്കി വിടുമെന്ന് അറിഞ്ഞൂടാത്തൊരു അനുഭവമായിരുന്നു. അവിടെയും ദൈവം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ആ സ്ഥലം ദൈവം തിരികെ തരുവാനിടയാക്കി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ കർത്താവ് യേശുവപ്പന് നന്ദിയോടെ സ്തുതിക്കുന്നു. 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷി എന്ന് വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ മകൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറച്ച് നാളുകൾ ജോലിയൊന്നുമില്ലാതെ വളരെ നിരാശയിൽ കഴിഞ്ഞു. പല ടെസ്റ്റുകളും എഴുതി, ഒരു ടെസ്റ്റിലും പേരുണ്ടായില്ല. അവസാനം ബാങ്കിന്റെ ഒരു ടെസ്റ്റിൽ പേര് വരികയും ഇന്റർവ്യൂവിന് കാർഡ് വരികയും ചെയ്തു. ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യമായി പോവുക, ദൈവം നിങ്ങൾക്ക് വിടുതൽ തരുമെന്ന് പറഞ്ഞു. ആ ലിസ്റ്റിൽ പേര് വരികയും ഇപ്പോൾ ജോലി കിട്ടുകയും ചെയ്തു. ഇത്രയും വലിയവനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു സാക്ഷിയെ നിൽപ്പാൻ ദൈവം ഇടയാക്കിയതിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസം 3-ാം തീയതി എനിക്ക് വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രയർ ഗാർഡൻസിൽ ഞാൻ കടന്നു വരികയും പ്രാർത്ഥനാമെത്തിയ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മുക്കിലൂടെ ബ്ലഡ് വരുന്ന അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്ന മകൾക്ക് യേശു തൊട്ട് സൗഖ്യമാക്കുന്നു വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തന്നെ യേശുവിനെ തൊട്ട് സൗഖ്യമാക്കി പരിപൂർണ സൗഖ്യം തന്ന ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും കുടുംബത്തിനും വേണ്ടിയിട്ട് 1000 നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടിയൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ സാക്ഷി നിൽക്കാനിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയണത്. 2011 എൻ്റെ മകന് തലയ്ക്ക് സുഖമില്ലാതായി. 7 മാസം വരെയും ജോലിക്ക് പോകാതെ ആയിരുന്നു. എന്നിട്ട് നാട് വിട്ടു പോയി. നാട് പോയപ്പോൾ കർത്താവിൻ്റെ ദാസിയെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഉടനെ നിങ്ങളുടെ മകൻ മടങ്ങി വരും, സുഖത്തോട് മടങ്ങി വരും എന്ന് പറഞ്ഞു. അന്ന് തന്നെ മടങ്ങി വന്നു. പ്രാർത്ഥിച്ച് പറഞ്ഞ അന്ന് തന്നെ സൗഖ്യത്തോട് മടങ്ങി വന്ന് മടങ്ങി വന്ന് ജോലിക്കും പോണു, കുഞ്ഞുങ്ങളെ നോക്കണു. കുഞ്ഞുങ്ങളോട് ഭ്രാന്ത് പിടിച്ച് നാടുവിട്ട വ്യക്തിക്ക് വേണ്ടി ഫോണിൽ കൂടി പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്റെ ദാസോട് ദൈവാത്മാ അരുളി ചെയ്ത്, ഇടം ആർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുവോ അവന്റെ ഭ്രാന്ത് മാറുന്നു, ഇന്ന് തന്നെ മടങ്ങി വരും. അതുപോലെ അന്ന് തന്നെ മടങ്ങി വന്ന്
അത്ഭുതം ചെയ്ത ദൈവത്തെ സ്തുതിക്കാമോ? ദൈവം മഹത്വപ്പെടട്ടെ. എനിക്കിവിടെ ഒരു സാക്ഷിയായി നിൽക്കാൻ തന്നെ ദൈവം തന്ന അത്ഭുതത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ കല്യാണം ആദ്യം നിശ്ചയിച്ചതാണ് 2010 നവംബർ 17-16 തീയതിയിൽ. അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ പോണ ആൾക്ക് വലിയൊരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തെ തുടർന്ന് കുറെ ദിവസം ICUവിലായിരിക്കുകയും ചെയ്തു. അങ്ങനെ 1 വർഷക്കാലം കല്യാണം നീളുകയും ഇവിടെ ഞാനും എന്റെ അമ്മയും 2011 പ്രാർത്ഥനയ്ക്ക് ഒരു വ്യാഴാഴ്ച വട്ടം ഇവിടെ വന്നിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ വിളിച്ചു പറഞ്ഞു ആ ആള് തന്നെ കല്യാണം കഴിക്കുകയും ഈ വർഷം 2011 ഡിസംബറിൽ തന്നെ വിവാഹം നടക്കുകയും ചെയ്യുമെന്ന്. അതേ പ്രകാരം തന്നെ 2011 ഡിസംബർ 28 തീയതി എന്റെ കല്യാണം നടക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് ഞാൻ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഇവിടെ ഒരു സാക്ഷിയായി നിർത്തിയ ദൈവത്തിന് ഞാൻ ആദ്യം സ്തോത്രം ചെയ്യുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഞങ്ങൾ കുട്ടികളില്ലായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഗർഭിണിയായെങ്കിൽ അത് ട്യൂബിലായത് കാരണം ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വന്നു. അങ്ങനെ വളരെ വിഷമത്തിലോടെ ഇരിക്കുന്ന സമയത്താണ് സെക്കൻഡ് സാറ്റർഡേ ആരാധന ഞങ്ങൾ പങ്കെടുത്തു. അപ്പോൾ സിസ്റ്റർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം നിനക്കൊരു തലമുറ തരുമെന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഇത്രയും ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് നിങ്ങളുടെ മത്തിലൊരു സാക്ഷിയായി നിൽക്കുവാൻ കാരുണ്യനായി ദൈവം ഇടയാക്കി വൻകൃപ ഓർത്ത് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം എന്റെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു പനിയുണ്ടായ സമയത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പും ഇഞ്ചക്ഷനും കൊടുത്തു. തൽക്കാലം ശാന്തി കിട്ടി. ഉടനെ ഭവനത്തിൽ വന്ന് പിന്നും പനി കൂടും. പിറ്റേന്ന് അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് തന്നെ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനും ട്രിപ്പും കൊടുത്തു ഭവനത്തിൽ വന്നു. 3ാമത്തെ ദിവസം രാത്രിയായപ്പോൾ അതിയായ ഛർദിലും പനിയും മരണവിപ്രാളം പോലെ കിടന്ന ഒരു പിടയിലും ഉണ്ടായി. ഉടനെ തന്നെ ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തുവെങ്കിലും അവിടെയും ഈ അവസ്ഥ തന്നെയായിരുന്നു. എന്നിട്ട് ഡോക്ടർ പല ടെസ്റ്റുകളും ചെയ്തു. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ബ്ലഡിന്റെ കൗണ്ട് അങ്ങ് താണുപോയത്. മരണത്തിന്റെ വക്കോളം തന്റെ മകൻ ആയി എന്നുള്ള അവസ്ഥ വരെ ആയി. ഞാൻ അന്ന് രാത്രി തന്നെ സിസ്റ്ററിനെ ഫോണിൽ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചു. ആ നിമിഷം തന്നെ ആ ഒരു ശക്തി ആ മകനിൽ വ്യാപിക്കാനായിട്ട് ഇടയായി. പനി കംപ്ലീറ്റ് തന്നെ അങ്ങ് മാറി. ശരീരത്ത് ആ തലയുടെ ഭാരം എന്തോ മാറിപ്പോകും പോലത്തെ അവസ്ഥ അനുഭവപ്പെടാനായിട്ട് ഇടയായി. പിറ്റേന്ന് കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കൂടാനായിട്ട് സാധിച്ചു. എന്നിട്ട് ഈ ഇത്രയും സൗഖ്യം എന്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു വലിയ റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞതെങ്കിലും ഒറ്റ ദിവസമാണ് ഭവനത്തിൽ തങ്ങാനായിട്ട് കഴിഞ്ഞത്. ആ പിറ്റേന്ന് മുതൽ തന്നെ ജോലിക്ക് പോവാൻ കാന്യവനായി ദൈവം ഇടയാക്കി. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം വിരമിച്ചോളുന്നു. ഹല്ലേലൂയ. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. വാ തുറക്കാം പ്രിയമുള്ളവർ. രാജാതിരാജ കർത്താതി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. He is very much present here. അവൻ വന്നിട്ടുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. ആരും അലസതയോട് നിൽക്കരുത്. കണ്ണുകൾ അടയട്ടെ, ഹൃദയം തുറക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകൃപ 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 എല്ലാവരിലും വാ തുറക്കട്ടെ. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് യേശുവിന് നന്ദി അർപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. സ്തുതി സ്തോത്രം, സ്തുതി സ്തോത്രം. എല്ലാവരും 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 ദൈവകൃപ ദൈവകൃപ
രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ സത്യവഴിയോ വാടിലുമായ യേശുരാജ പാദം ചുംബിക്കാം സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാം ഞാൻ ആശ്രയിക്കും പാറാ എൻ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരപൂജ്യമുള്ളോ കരം പിടിച്ചു നയിക്കുന്നെന്നെ പാപമറ്റ് ഘോരവിടയാൽ മനമുരുക മധ്യസേയിടാ പാപമറ്റ് ഘോരവിടയാൽ മനമുരുക മധ്യസേയിടാ അധ്വാനിക്കുന്നോ ഭാരം ഭാഗിപ്പോ യേശുവിന്റെ പാടെ ചേരുക അധ്വാനിക്കുന്നോ ഭാരം ഭാഗിപ്പോ യേശുവിന്റെ പാടെ ചേരുക ഞാൻ ആശ്രയിക്കും പാറാ എൻ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തനെന്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു അഗ്നി 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 അഭിഷേകത്തി അഭിഷേകത്തി നിങ്ങളിൽ നിങ്ങളിൽ എല്ലാവരിലും എല്ലാവരിലും വാ തുറക്കുക വാ തുറക്കുക വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക എല്ലാവരും എല്ലാവരും കെട്ടുകൾ പൊട്ടുന്നു കെട്ടുകൾ പൊട്ടുന്നു ദൈവജനത്തെ ആരാധിക്കാൻ വിടാതെ സ്തുതി സ്തോത്രം പറയാൻ വിടാതെ ഹൃദയത്തെ അടച്ചിരിക്കുന്ന അടപ്പുകൾ ഇതാ തകർന്നു പോകുന്നു ആമേൻ ഹല്ലേലൂയ കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വക്ര ഹൃദയങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വക്ര ഹൃദയങ്ങൾ മലിനപ്പെട്ട ഹൃദയങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കട്ടെ ശുദ്ധീകരണം പ്രാപിക്കട്ടെ ദൈവകൃപ ദൈവകൃപ ഹല്ലേലൂയ 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 നന്ദി 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 യേശുവേ നന്ദി കർത്താവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകൃപ വ്യാപരിക്കുന്നു പവർ ഫ്രം എബോവ് ഉയരത്തിലെ ശക്തി നിങ്ങളിൽ നിങ്ങളിൽ രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ സത്യവഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ
ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസൻ, ഇവർ അങ്ങയുടെ മക്കളാണ്. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യും എന്ന് വലിയ പ്രതീക്ഷയോട് എത്തിയിരിക്കുന്ന ഈ സഹോദരങ്ങളോട് ദൈവം മനസ്സലിയണമേ. എന്റെ ബുദ്ധിയിൽ നിന്ന് ഒന്നും പുറപ്പെടുവിക്കരുതേ. അങ്ങയുടെ ശക്തിയിൽ നിറഞ്ഞ ദിവ്യവചനം ഇവിടെ മക്കളെ കേൾപ്പിക്കുന്നതിനായി നന്ദി. യേശു സ്വാമി, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്ന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. യോഹന്നാൻ 16:20. യോവാൻ സുവിശേഷം 16:20. John's Gospel, chapter 16, verse 20. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. You shall be sorrowful, but your sorrow will be turned into joy. நீங்கள் துக்கப்படுவீர்கள், ஆனாலும் உங்கள் துக்கம் சந்தோஷமாய் மாறும். നിങ്ങൾ ദുഃഖിക്കും, എങ്കിലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ വചനമുഖാന്തരം സ്വർഗത്തിലെ ദൈവം നമ്മോട് അരുളി ചെയ്യുമാറാകട്ടെ. യോഹന്നാൻ 8:31 യേശു കർത്താവ് തങ്ങൾ വിശ്വസിച്ച യഹൂദന്മാരോട് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. I have not called you as my believer, I called you as my disciple. നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയായിട്ട് അല്ല, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് എന്റെ ശിഷ്യന്മാരായിട്ടാണ്. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി മാറും. ഹല്ലേലൂയ. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി യേശു കർത്താവ് അരുളി ചെയ്യുന്ന നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി മാറും. വചനത്തിൽ നിലനിൽക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവവചനത്തിൽ നിലനിൽക്കുമ്പോൾ നിന്റെയും എന്റെയും ജീവിതത്തിൽ ദൈവ പൈതലെ കഷ്ടതകൾ ആഞ്ഞടിക്കും. ആ കഷ്ടതകൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരനെ സഹോദരിയെ, നിന്നെ കഷ്ടതകൾ അല്ല, ആ കഷ്ടതകൾ നിന്റെ പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടതകൾ. റോമർ 5:3 അതാണ് നമ്മ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടതകൾ. ആമേൻ. നിന്റെയും എന്റെയും ജീവിതത്തിൽ നാം കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ കഷ്ടതകൾ ആഞ്ഞടിക്കുന്നത് 3 തരത്തിലാകുന്നു. നമ്പർ 1, യാക്കോബ് എഴുതിയ ലേഖനം 1:12 പ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരുന്ന ശോധന.
നമ്പർ 2, യോബുവിൻ പുസ്തകം 5:17 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്ന ശാസന. മൂന്നാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 94:13 പ്രകാരം നിന്നെ ലാക്കാക്കി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ശിക്ഷ, ദൈവത്തിന്റെ ശോധന, ദൈവത്തിന്റെ ശാസന, ദൈവസന്നിധിയിൽ നിന്ന് നിന്നെ ലാക്കാക്കി കടന്നു വരുന്ന ദൈവത്തിന്റെ ശിക്ഷ. ഹല്ലേലൂയ. ഇത് മൂന്നും നീ കർത്താവിൽ ആശ്രയിച്ച് യേശുവിനെ മാത്രം ലാക്കാക്കി നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ശോധനയും ശാസനയും ശിക്ഷയും നിനക്ക് നൽകുന്നത് സന്തോഷമല്ല, ദുഃഖമാണ്. ആമേൻ. ഹല്ലേലൂയ. ബൈബിൾ കട്ടൻ ക്ലിയറായി നമ്മ പഠിപ്പിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 12:11 ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ. ദൈവസന്നിധിയിൽ നിന്ന് ദൈവ പൈതലേ, നീ കർത്താവിന്റെ വചനം ലാക്കാക്കി ആശ്രയിച്ച് കർത്താവിനെ മാത്രം അസറ്റായി നോക്കി നടക്കുമ്പോൾ പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടത അത് ശാസനയായി, ശിക്ഷയായി, ശോധനയായി ആഞ്ഞടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്നത് സന്തോഷമല്ല, ദുഃഖമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:11 നമ്മ പഠിപ്പിക്കുന്ന ഏത് ശിക്ഷയും, ഏത് ശോധനയും, ഏത് ശാസനയും സന്തോഷമല്ല, അത് ദുഃഖമത്രേ. അത് ദുഃഖമത്രേ. ആ ദുഃഖം ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തൽക്കാല ദുഃഖം, ടെമ്പറൽ സാർ. ഹല്ലേലൂയ. ടെമ്പറൽ സാർ. 2 തരത്തിലുള്ള ദുഃഖമുണ്ട്. 2 കൊരിന്ത്യർ 7:10 മരണത്തെ ഉളവാക്കുന്ന ലോകത്തിന്റെ ദുഃഖം, the sorrow of this world that work unto death. മരണത്തെ ഉളവാക്കുന്ന ലോകത്തിന്റെ ദുഃഖം, രക്ഷയെ ഉളവാക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. നീ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് നിന്റെ ജീവിതയാത്ര തുടങ്ങുമ്പോൾ ശാസനയായി, ശിക്ഷയായി, ശോധനയായി, പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടതയായി നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ ഉളവാക്കുന്നത്, ഞാൻ ആവർത്തിക്കുന്നത്, സന്തോഷമല്ല, ദുഃഖമാണ്. അത് താൽക്കാലിക ദുഃഖം, ടെമ്പറൽ സാറോ. ടെമ്പറൽ സാറോ. ഇന്ന് യേശു കർത്താവ് മകനെ, മകളെ നിന്നോട് അരുളി ചെയ്യുന്ന നിന്റെ ദുഃഖമെല്ലാം സന്തോഷമായി മാറും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കണ്ണിനീർ തുടയ്ക്കുന്ന നല്ല ദൈവത്തിന്റെ അടുക്കത്തിലാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ആകയാൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. ദുഃഖം മാറിപ്പോകുന്ന ദിവസം, ദുഃഖം നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുണ്ടോടുന്ന ദിവസം, നിന്റെ ദുഃഖം സന്തോഷമായി മാറ്റുന്ന ദൈവം ഇവിടെ ഉണ്ട്. മനുഷ്യ ജീവിതത്തിൽ ദുഃഖം കടന്നു വരേണ്ട കാരണം എന്താണ്? നമ്പർ 1, മനുഷ്യൽ ഉണ്ടായിരുന്ന മത്സര ബുദ്ധി, അനുസരണക്കേട്. മനുഷ്യൽ ഉണ്ടായിരുന്ന മത്സര ബുദ്ധി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 3:17-18 ദൈവത്തിന്റെ കൽപ്പന മനുഷ്യൻ ധിക്കരിച്ചപ്പോൾ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ദൈവം ഭൂമിയെ ശപിച്ചു. ശാപം മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് സന്തോഷമല്ല, ദുഃഖമാണ്. ദുഃഖമാണ്. അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, അവന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട്, ദൈവമായുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ട്, ദൈവത്തിന്റെ ശാപം
അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ശാപമാണ്. ശാപം കൊണ്ടുവന്നത് ദുഃഖമാണ്. രണ്ടാമത്തെ കാരണം, ജീവനെ ഉപേക്ഷിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അറിവിനായുള്ള മനുഷ്യന്റെ പറക്കം പാച്ചൽ. ജീവനെ ഉപേക്ഷിച്ചിട്ട് അറിവിന്റെ പുറകെ ഉള്ള ഓട്ടം അവന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വചനത്തിൽ തോട്ടത്തിന്റെ നടുവിൽ അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും ദൈവം നട്ട്. മനുഷ്യന്റെ നോട്ടവും ശ്രദ്ധയും കടന്നുപോയത് അറിവിന്റെ വൃക്ഷത്തിലാണ്. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവസന്നിധി അവന് നഷ്ടമായി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സഭാപ്രസംഗി 1-ാമത്തെ 18-ാം വചനത്തിൽ ജ്ഞാനഭാഗുല്യത്തിൽ വിസനഭാഗുല്യമുണ്ട്. ജ്ഞാനഭാഗുല്യത്തിൽ വിസനഭാഗുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ, ജീവനാം ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ, ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. യേശു കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രത്യേക ഗിഫ്റ്റുമായി ഈ പ്രേയർ ഗാർഡൻസിൽ ഉണ്ട്. നിന്റെ ദുഃഖം സന്തോഷമായി തീരും, സന്തോഷമായി മാറും. സന്തോഷമുള്ള ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ഹല്ലേലൂയ. അന്ധകാര പീഡികളോ അപ്പനെ പ്രഹാസങ്ങളോ എന്തു നീക്കാൻ പീച്ചിടുന്നു എല്ലാമേ നീ ആശീർവാദം എന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എല്ലാവരും സന്തോഷത്തോട് കൈകളെ ഉയർത്തി കൈകളെ തട്ടി ഈ പഴയ പാട്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴു ഗുണം എന്നറിയുവാൻ ഇല്ല ഞാനോ എന്നിൽ നാട നിന്തിരുനാമം നിമിത്തം നീടി മാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഗീതം. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. തീടേണമേ നിന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്റെ ഗീതം. കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. അഭിഷേക ടീ അഭിഷേക ടീ അഭിഷേക ടീ അഭിഷേക ടീ അഭിഷേക ടീ അഭിഷേക ടീ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ നിന്നെ നോക്കി ആഞ്ഞടിക്കുന്നത് ഈ ലോകത്തിലെ സുഖ സൗകര്യമല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടത, പ്രത്യാശയെ ഉളവാക്കുന്ന കഷ്ടത ദൈവസന്നിധിയിൽ നിന്ന് ശാസനയായി, ശോധനയായി, ശിക്ഷയായി കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്നത് സന്തോഷമല്ല ദൈവ പൈതലേ,
ദുഃഖം. ദുഃഖം, ആ ദുഃഖം നിരന്തര ദുഃഖമല്ല, താൽക്കാലിക ദുഃഖം. രക്ഷയെ ഉളവാക്കുന്ന ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. ഈ ഭൂമിയിൽ കഷ്ടതയും ദുഃഖവും കടന്നു വന്നത് മനുഷ്യന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം ഭൂമിയെ ശപിച്ച് ആ ശാപം അവന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്ന് ജീവനെ അന്വേഷിക്കേണ്ടവൻ അറിവിനെ അന്വേഷിച്ചത് മുഖാന്തരം ജ്ഞാനബാഹുല്യത്തിൽ വിശനബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖം ഇന്ന് മാറിപ്പോകുന്ന ദിവസം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദുഃഖം? എന്തുകൊണ്ട് ദുഃഖം? ശ്രദ്ധിച്ച് കേൾക്കുക. നമ്പർ 1 തിമോത്തിയോസ് 6-ാം അധ്യായം 10-ാം വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടു ഉളർന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ആമേൻ. ദ്രവ്യാഗ്രഹം, ആർത്തി. ആർത്തി, ദ്രവ്യാഗ്രഹം നിന്റെ ദുഃഖത്തിന്റെ കാരണം. ദ്രവ്യാഗ്രഹം എന്റെ ദുഃഖത്തിന്റെ കാരണം. ദ്രവ്യാഗ്രഹം, ആർത്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദുഃഖം കൊണ്ടുവരുന്ന ദൈവസന്നിധിയിൽ ഒരു നീതി കൊണ്ട്, ഒരു കൽപ്പന ഉണ്ട്, ഒരു നീതി കൊണ്ട്. മനുഷ്യരെ സ്നേഹിക്കുക, സമ്പത്തിനെ ഉപയോഗിക്കുക. ഹല്ലേലൂയ. ലവ് മെൻ, യൂസ് മണി. ഇതാണ് ദൈവത്തിന്റെ മുമ്പിൽ നീതി. ദൈവം അംഗീകരിച്ച നീതി മനുഷ്യനെ സ്നേഹിക്കുക, സമ്പത്തിനെ ഉപയോഗിക്കുക. പക്ഷെ മനുഷ്യന്റെ നീതിയോ സമ്പത്തിനെ സ്നേഹിക്കുക, മനുഷ്യനെ ഉപയോഗിക്കുക. നേരെ മറിച്ചാണ്. നേരെ മറിച്ചാണ്. ഏത് മനുഷ്യനിൽ ആർത്തി ഉണ്ടോ അവൻ മനുഷ്യനെ സ്നേഹിക്കുകയില്ല, മനുഷ്യനെ ഉപയോഗിക്കും. ആമേൻ. കൊടി പിടിക്കാൻ ഉപയോഗിക്കും, ജാഥ നടത്താൻ ഉപയോഗിക്കും, കള്ളത്തനം കാണിക്കുവാൻ അവനെ ഉപയോഗിക്കും, രാത്രി മോട്ടിക്കുവാൻ അവൻ ഉപയോഗിക്കും. പക്ഷെ ദൈവത്തിന്റെ നീതി അതല്ല. മനുഷ്യനെ സ്നേഹിക്കുക, സമ്പത്തിനെ ഉപയോഗിക്കുക. മനുഷ്യൻ നേരെ മറിച്ചാണ്. മനുഷ്യനെ ഉപയോഗിക്കും, സമ്പത്തിനെ സ്നേഹിക്കും. അതിന്റെ പേരാണ് ആർത്തി. ആർത്തി ഉള്ള സ്ഥലത്ത് ദുഃഖമുണ്ട്. ഹല്ലേലൂയ. ആരുടെ ഉള്ളിൽ ആർത്തി ഉണ്ടോ നിന്റെ ജീവിതത്തിൽ ദുഃഖം വിട്ടു മാറുകയേയില്ല. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ ദൈവഭക്തന്മാർ 2 പേരെ നാം കാണുന്നു. ഒരാളുടെ പേർ ലോത്ത്. ലോത്തും ലോത്തിന്റെ ജനമും. രണ്ടാമത്തെ ആൾ ആബ്രഹാമും ആബ്രഹാമിന്റെ ജനമും. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 7-ാം വചനത്തിലെ ലോത്ത് തന്റെ ജനത്തെ അവൻ ഉപയോഗിച്ച്, ആബ്രഹാമിന്റെ ജനത്തിന് വിരോധമായി അവൻ ഉപയോഗിച്ച് പിണക്കമുണ്ടായി. തന്റെ ഇടയന്മാര് ആബ്രഹാമിന്റെ ഇടയന്മാർക്ക് വിരോധമായി പിണക്കമുണ്ടാക്കുവാൻ അവൻ ഉപയോഗിച്ച്. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതാണ് അവന്റെ ആർത്തിയുടെ സ്വഭാവം. വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആബ്രഹാം അങ്ങനെയല്ല. പ്രിയമുള്ളവരെ, ആബ്രഹാമിന്റെ സ്വഭാവം വളരെ വ്യത്യാസപ്പെട്ടതാണ്. ആബ്രഹാമിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-9 വചനത്തിൽ അവിടെ പിണക്കമും വഴക്കും കലകമും ഉണ്ടായിട്ടും ധാരാള സ്വഭാവത്തിൽ നിറഞ്ഞുന്ന ആബ്രഹാം ലോത്തിന്റെ ജനത്തോട് അവൻ പറയും, നാം സഹോദരന്മാരല്ലയോ, നാം സഹോദരന്മാരല്ലയോ, നാം തമ്മിൽ വഴക്കെന്തിന്, നാം തമ്മിൽ പിണക്കമെന്തിന്? ഈ ദേശമെല്ലാം നിന്റെ മുമ്പിലല്ലയോ? ലോത്തിന്റെ ഹൃദയത്തിൽ ആർത്തി, ആബ്രഹാമിന്റെ ഹൃദയത്തിൽ ധാരാള സ്വഭാവം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന
ആർത്തി നിറഞ്ഞ ലോത്തിന്റെ ജീവിതത്തിൽ ദുഃഖം കടന്നു വന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു, ഓടിക്കൊള്ളുക, നിന്റെ ജീവന്റെ രക്ഷ നിനക്ക് ആവശ്യമോ, ഓടിക്കൊള്ളുക. ഓട്ടത്തിന് ആരംഭത്തിൽ തന്നെ മരുമക്കൾ അവന് നഷ്ടമായി, ഓടുമ്പോൾ സ്വന്തം ഭാര്യ അവന് നഷ്ടമായി, ഓട്ടം തീരുമ്പോൾ അവൻ പാർത്ത ദേശം അവന് നഷ്ടമായി. ദുഃഖം, ദുഃഖം. അവൻ കാൽ പതിച്ച് ഉറപ്പുവരുത്തിയ ദേശം നാളികയ്ക്കകം വെറും സാമ്പലായി ഭസ്മമായി തീർന്ന്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ആർത്തി വിട്ടഴിഞ്ഞ് ധാരാളമായി ജീവിച്ച ആബ്രഹാം ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 28 വചനത്തിൽ ഇത് എല്ലാം അവൻ കണ്ടു നിന്ന്. ആമേൻ. മറ്റവൻ പ്രാണന് വേണ്ടി ഓടുന്നതും മരുമക്കൾ പരിഹസിക്കുന്നതും ഇവൻ ജീവന് വേണ്ടി ഓടുന്നതും അവന്റെ ഭാര്യ ഉപ്പ് തൂണ നശിക്കുന്നതും ആബ്രഹാം കണ്ടു നിന്ന്. അവൻ കണ്ടു നിൽക്കെ ഇതൊക്കെ സംഭവിച്ചു. ആർത്തി നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. ആർത്തി കാട്ടിയാൽ ഉള്ളതും നമുക്ക് നഷ്ടമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖം ദരിദ്രമെന്നെ വൈകൊണ്ടോ ശക്തിയെന്മേ, ദുഃഖം ദരിദ്രമെന്നെ വൈകൊണ്ടോ ശക്തിയെന്മേ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ട് പോകുന്നവൻ. കൈകളെ ഉയർത്തി കരങ്ങളെ തട്ടി പാടി ആരാധിപ്പീൻ. ബന്ധന കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന കയറുകൾ പൊട്ടട്ടെ. അഗ്നി വ്യാപരിക്കുന്നതാ, വിടുതലിൻ തീ വ്യാപരിക്കുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. ആമേൻ. പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപകറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശുയർ അടിസ്ഥാനോ ആശയമനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത കണ്ടേൻ ഞാൻ, ആശ്വാസത്തിൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആർത്തി ഉള്ളവന് ദുഃഖമുണ്ട്, ആർത്തി ഉള്ളവന് സന്തോഷമില്ല. ആർത്തി നിന്റെ സന്തോഷത്തെ കെടുക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർത്തിയുള്ള ലോത്ത് തന്റെ ജീവനെ സംരക്ഷിക്കുവാൻ ഓടുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഓട്ടത്തിന്റെ ആരംഭത്തിലെയേ അവന്റെ മരുമക്കൾ അവന് നഷ്ടമായി. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ സ്വന്തം ഭാര്യ അവന് നഷ്ടമായി. ഓട്ടം തീർക്കുമ്പോൾ അവന്റെ ദേശം അവന് നഷ്ടമായി. ഇതൊക്കെയും ആർത്തി ഒട്ടുമില്ലാത്ത ആബ്രഹാം കണ്ടു നിന്ന്. ഹല്ലേലൂയ. എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമോ? ആർത്തി വെടിയുക, ആർത്തി വെടിയുക. ഒരു സങ്കല്പ കടയിലെ ഒരു രാജാവ് ഉണ്ട്. ഇയാൾ സമ്പന്നനാകുവാൻ ആഗ്രഹിച്ചു. തന്റെ ദേവനോട് അവൻ പ്രാർത്ഥിച്ചു, ഞാൻ തൊടുന്നത് എല്ലാം ദൈവമേ പൊന്നാക്കി തരണമേ, ഞാൻ തൊടുന്നതെല്ലാം പൊന്നാക്കി തരണമേ. ആ സങ്കല്പ ദൈവം
അവന്റെ പ്രാർത്ഥന കേട്ട് അവന് മറുപടി നൽകി. നീ തൊടുന്നതെല്ലാം പൊന്നാകും. തൊട്ട് തൊട്ട് തന്റെ ഏക മകൾ അടുത്തു വന്നപ്പോൾ മകളെയും തൊട്ട്. അവൾ പൊന്നായി. കഴിക്കുന്ന ആഹാരത്തെ തൊട്ട് അടുവും പൊന്നായി. ആർത്തി ദുഃഖം കൊണ്ടുവന്ന്. ഹല്ലേലൂയ. ആർത്തി അവന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്ന്. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആർത്തി. 2 സാമുവേൽ 11 അധ്യായത്തിൽ തനിക്കുള്ളതിന് വീട്ടിൽ വെച്ചിട്ട് മറ്റവന്റെ സാധനത്തെ അവൻ ആഗ്രഹിച്ചു. ആർത്തി, ആർത്തി. അവസാനം ചെന്ന് എത്തിയത് കുലപാതകം. ഡേവിഡ് became a murderer. കുലപാതകം. ആർത്തി അവന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്ന്. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അതിന്റെ ഫലം 1 സാമുവേൽ 30 വചനത്തിൽ അവന്റെ ഭാര്യ വേറൊരുത്തൻ കടത്തിക്കൊണ്ടുപോയി. അത് സംഭവിച്ച് ആർത്തി. ആർത്തി ദാവീദിന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്ന്. ആർത്തി ലോത്തിന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവന്ന്. നമ്മുടെ കയ്യിൽ വരുന്ന വരുമാനത്തിൽ 10-1 ദൈവവേലയ്ക്ക് കൊടുക്കണം. കുരിശടിയും കോപുരവും കെട്ടാനല്ല ദൈവവേല. നരകത്തിൽ പോകുന്ന ആത്മാക്കളെ പിടിച്ച് കർത്താവിന്റെ കരത്തിൽ കൊടുക്കുന്നതാണ് ദൈവവേല. ആമേൻ. നിന്റെ കരത്തിൽ വരുന്ന 10-1 വരുമാനം ദൈവവേലയ്ക്ക് നീ കൊടുക്കണം. അത് കൊടുക്കാതെ എടുത്താൽ ബാക്കി 10-9 ദൈവം എടുത്തു കളയും. ആർത്തി നിന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരും. ഹല്ലേലൂയ. ചില മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന ദുഃഖമുണ്ട്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഇടപ്രഭുവായ ഹെരോദാവ് തന്റെ ജന്മദിനം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ അവസാനം സന്തോഷത്തിലല്ല തീർന്നത്, ദുഃഖത്തിലാണ്. മത്തായി സുവിശേഷം 14 അധ്യായം 9 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രാജാവോ ദുഃഖിച്ച്. രാജാവോ ആനന്ദിക്കേണ്ട രാജ, തന്റെ ജന്മന ആഘോഷത്തിൽ സന്തോഷിക്കേണ്ട രാജ. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രാജാവോ ദുഃഖിച്ച്. അവൻ വരുത്തി വെച്ച ദുഃഖം. ആരും കൊണ്ടു കൊടുത്ത ദുഃഖമല്ല, അവൻ വരുത്തി വെച്ച ദുഃഖം. കപടം നിറഞ്ഞ ദുഃഖം. ഹൈപ്രോക്രാറ്റിക് സാറോ. കപടം നിറഞ്ഞ ദുഃഖം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റവന്റെ ജീവിത പങ്കാളിയെ ഇവൻ അടുത്തിരുത്തി കർത്താവിന്റെ അഭിഷക്തന്റെ തലയ്ക്ക് വിലപേശി. അതിന്റെ ഫലം രാജാവോ ദുഃഖിച്ച്. വരുത്തി വെച്ച ദുഃഖം. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മത്തായി സുവിശേഷം 19 അധ്യായം 22 വചനത്തിൽ ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്ന ആലോചന ചോദിച്ച്, സൽഗുണപൂർണനാകുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിന്റെ മറുപടി, പ്രമാണം അനുഷ്ഠിക്കുക. കർത്താവിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കുക. ഇവൻ മറുപടി നൽകുന്നു, ദൈവമേ, എന്റെ ചെറുപ്പം മുതൽ ഞാൻ എല്ലാ കൽപ്പനയും ഞാൻ അനുസരിക്കുന്നു. യേശു കർത്താവിന്റെ അഗ്നിയുടെ കണ്ണുകൾ ഇവന്റെ രഹസ്യ ജീവിതത്തിൽ കടന്നുപോയി. ഇവൻ ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ, ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നത് തന്റെ ആഗ്രഹത്തെയാണ്. അല്ലെങ്കിൽ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നത് ഇവന്റെ സമ്പത്തെയാണ്. കർത്താവ് അവനോട് അരുളി ചെയ്യുന്നു, നിന്റെ സമ്പത്തിനെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്റെ അടുക്കൽ വരിക. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവനും ദുഃഖിച്ച്. അല്ലേ ലിയ? മത്തായി സുവിശേഷം 19:22 അവൻ ദുഃഖത്തോട് മടങ്ങിപ്പോയി. ഇത് അവൻ വരുത്തി വെച്ച ദുഃഖം. ഇടപ്രഭുവായ ഹെരോദാവ് വരുത്തി വെച്ച ദുഃഖം. അപ്പോസ്തല പ്രവൃത്തികൾ 10-22 വചനം നമ്മെ പഠിപ്പിക്കുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാക്കുന്നു. തമിഴ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, அதனோடு கூட தெய்வம் துக்கத்தை கூட்டார், வேதனையை கூட்டார். ദൈവഹിതമല്ലാതെ നീ സമ്പാദിച്ച് ചേർക്കുന്ന സകല സമ്പാദ്യമും, അതിന്റെ അർത്ഥം
നിന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരും. നീ വരുത്തി വയ്ക്കുന്ന ദുഃഖം, നീ വരുത്തി വയ്ക്കുന്ന ദുഃഖം, രാജാവ് ഹേറോദാവ് വരുത്തി വെച്ച ദുഃഖം, യേശുവിന്റെ സന്നിൽ കടന്നു വന്ന് വചനം അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാരൻ വരുത്തി വെച്ച ദുഃഖം, ദൈവത്തിന്റെ ഹിതമില്ലാതെ നീ ഉണ്ടാക്കി തീർക്കുന്ന നിന്റെ സമ്പത്ത് നീ വരുത്തി വയ്ക്കുന്ന ദുഃഖം. ആകയാൽ പ്രിയമുള്ളവരെ, ആർത്തി എവിടെ ഉണ്ടോ അവിടെ ദുഃഖം ഉണ്ട്. ദൈവസന്നിധിയിൽ നാം ഇന്ന് മുട്ടുമടക്കി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ എന്റെ ദൈവം ദുഃഖം എടുത്തു മാറ്റുകയും നിരന്തര സന്തോഷം എന്റെ ജീവിതത്തിൽ നിറയ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആരെ ചോദിച്ചാലും ഷുഗർ ഉണ്ടെന്ന് പറയും. 20 വയസ്സാകേണ്ട അവനും ഷുഗറാണ്, എല്ലാവർക്കും ഷുഗറാണ്. കാരണം ബൈബിളിൽ വളരെ വ്യക്തമായി ചില കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ വചനം വിട്ട് നാം അന്യപ്പെട്ടു പോകുമ്പോൾ പ്രശ്നം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ആമേൻ. യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രമമുള്ള ജീവിതമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആർത്തി വരുമ്പോൾ ക്രമം കെട്ടുപോകും. ആമേൻ. ക്രമം, ജീവിതത്തിൽ ക്രമം കെട്ടുപോകുമ്പോൾ രോഗം വരും, രോഗം വരും. വചനം അനുസരിച്ചാൽ ഒരു പരിധി വരെ ഈ രോഗത്തെ നമുക്ക് ചെറുത്തു നിർത്തുവാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമപ്രസംഗി 10-ാം അധ്യായം 16-ാം വചനത്തിൽ, സമപ്രസംഗി 10-ാം അധ്യായം 17-ാം വചനത്തിൽ, സങ്കീർത്തനം 78-18 വചനങ്ങളിൽ ഒരു മനുഷ്യൻ കഴിക്കേണ്ട ആഹാരത്തിന്റെ ക്രമം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ആഹാരം കഴിക്കേണ്ടത് കൊതിക്കല്ല, വിശപ്പിനാണ്. കൊതിക്ക് ആഹാരം കഴിച്ചാൽ കൊളസ്ട്രോളും ഷുഗറും കൂടിക്കൊണ്ടേയിരിക്കും. ഒരുത്തൻ ആഹാരം കഴിക്കേണ്ടത് സമപ്രസംഗി 10-ാം അധ്യായം 17-ാം വചനത്തിൽ ബലത്തിന് വേണ്ടി മാത്രം, കൊതിക്കല്ല. സങ്കീർത്തനം 78-18 നമ്മെ മുന്നറിയിക്കുന്ന കൊതിക്ക് വേണ്ടി ആഹാരം കഴിക്കരുത്, പ്രശ്നം കൂടിക്കൊണ്ടേയിരിക്കും. ബലത്തിന് വേണ്ടി കഴിക്കണം. സമപ്രസംഗി 10-ാം അധ്യായം 17-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തക്ക സമയം, സമയമുണ്ട്, സമയമുണ്ട്. ചിലർ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു വീക്ക് വീക്കും, പ്രശ്നം കൂടത്തേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സമപ്രസംഗി 10-ാം അധ്യായം 16-ാം വചനത്തിൽ അധികാലത്ത് ഭക്ഷണം കഴിക്കരുത്, കഴിക്കരുത്. നിന്റെ ജീവിതം ക്രമമുണ്ടാകണമോ, നിന്റെ ജീവിതത്തിൽ ആരോഗ്യം നിലനിൽക്കണമോ, അധികാലത്തിൽ ഭക്ഷണം കഴിക്കരുത്. തക്ക സമയത്ത് കഴിക്കണം. കൊതിക്ക് കഴിക്കരുത്. ശരീരത്തിൽ ബലമുണ്ടാകുവാൻ വേണ്ടി മാത്രം കഴിക്കണം. എങ്കിൽ ക്രമം കെട്ടുപോവുകയില്ല, ആർത്തി ഓടിപ്പോകും. ആർത്തി ഓടിപ്പോയാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ആകയാൽ പ്രിയമുള്ളവരെ, സദൃശവാക്യം 30-ാം അധ്യായം 8-9 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സാലമൻ രാജ പ്രാർത്ഥിക്കുന്നു, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യാവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാരിദ്ര്യം എന്റെ ജീവിതത്തിൽ ദൈവം തന്നാൽ ഞാൻ മോഷ്ടിക്കുവാനിടയാകും, ഞാൻ കൈക്കൂലി വാങ്ങുവാനിടയാകും, ഞാൻ കള്ളം പറയുവാനിടയാകും. സമൃദ്ധി എന്റെ ജീവിതത്തിൽ ദൈവം തന്നാൽ ഞാൻ അഹങ്കരിക്കുവാനും ദൈവസന്നിധി വിട്ട് അകന്നു പോകുവാനും ഇടയാകും. ആകയാൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും തരരുത്, സമൃദ്ധിയും തരരുത്. അന്നുള്ള ആഹാരം എന്റെ അപ്പൻ എനിക്ക് തരണം. എങ്കിൽ സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. நல்லவனே வல்லவனே பொன்னு காண்டனே
അല്ലൽ തീർക്കാം എന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലവനെ പൊന്നു കാണ്ടനെ. അല്ലൽ തീർക്കാം എന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേലൂയ ഗാനം പാടിടുവാനാ. ഹല്ലേലൂയ ഗാനം പാടിടുവാനാ. ആമേൻ. യേശുവോട് എത്ര മോഡമേ. യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. ആർത്തി മാറിപ്പോകട്ടെ, ആർത്തി മാറിപ്പോകട്ടെ. ദൈവമേ, അന്നുള്ള കാര്യം നിത്യാവൃത്തി കഴിക്കുവാനുള്ള കൃപ എനിക്കും എന്റെ കുടുംബത്തിനും തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർത്തി നിന്റെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരും. ജീവിതം സമർപ്പിക്കുക, ജീവിതം സമർപ്പിക്കുക. വാ തുറന്ന് ദൈവസന്നിധിയിൽ കീഴടങ്ങുക. ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ കീഴടങ്ങുക. ദൈവ പൈതലേ, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാവരിലും, എല്ലാവരിലും, എല്ലാവരിലും ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ആമേൻ. ആർത്തി മാറിപ്പോകട്ടെ, ദുർസ്വഭാവം മാറിപ്പോകട്ടെ. ആർത്തി മാറ്റിയെടുക്കുക. ആമേൻ, 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 ആമേൻ. മറ്റവന്റെ വസ്തുവിനെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞ 20 ആണ്ടുകളായി കേസ് പറയുന്ന ഒരു വിദ്വാൻ എന്റെ വലതുഭാഗത്തിൽ വന്നിരിപ്പുണ്ട്, എന്റെ വലതുഭാഗത്ത് വന്നിരിപ്പുണ്ട്. ആർത്തി ഒടിയാട പക്ഷം നിന്നിലും നിന്റെ തലമുറയുള്ള ദുഃഖം മാറിപ്പോവുകയേയില്ല. ആർത്തി വിടുക, ആർത്തി വിടുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ആമേൻ, ആമേൻ. എപ്പോഴും പെറുപെറുപ്പോട് ജീവിക്കുന്ന അനേകർ ഇവിടെ ഉണ്ട്. എപ്പോഴും പെറുപെറുപ്പാണ്. പെറുപെറുപ്പ് വിട്ട് ദൈവം നിന്റെ കുടുംബത്തിൽ ചൊരിഞ്ഞ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദുഃഖം മാറിപ്പോകും, ദുഃഖം മാറിപ്പോകും, ദുഃഖം മാറിപ്പോകും. അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്നതാ. യേശു കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എല്ലാരെയും ശുദ്ധീകരിക്കണം. എല്ലാവരും ആനന്ദിക്കട്ടെ രാജാ, ആനന്ദിക്കട്ടെ അപ്പാ, സന്തോഷിക്കട്ടെ. വേണ്ടാത്ത സ്വഭാവം ഇപ്പോൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ കരം ഉയർത്തി കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ സന്തോഷം ഇറങ്ങുന്നു. സന്തോഷം ഇറങ്ങുമ്പോൾ ദുഃഖം മാറിപ്പോകുന്നു. ദുഃഖം മാറുമ്പോൾ ആർത്തി മാറിപ്പോകുന്നു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം ഇറക്കി വയ്ക്കുക, ഹൃദയഭാരം ഇറക്കി വയ്ക്കുക, ഹൃദയഭാരം ഇറക്കി വയ്ക്കുക. ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുക. എന്റെ ആർത്തി മാറിപ്പോകട്ടെ. എനിക്ക് അന്നു വേണ്ടിയ ആവശ്യം ദൈവം തരണമേ, എന്റെ മക്കൾക്ക് തരണമേ, എന്റെ കുടുംബത്തിൽ ചൊരിയണമേ. യേശുവേ, ഈ കുഞ്ഞുങ്ങളോട് മനസ്സിലെയണമേ. നിങ്ങളുടെ അനുഗ്രഹത്തിൻ കരം ഇവിടെ തലമുറയെ തൊടട്ടെ, ഇവിടെ കുടുംബജീവിതത്തിൽ ഇറങ്ങട്ടെ. അഗ്നി വ്യാപരിക്കുന്നതാ, അഗ്നി വ്യാപരിക്കുന്നതാ. അഭിഷേകത്തിൽ നിറയുക, അഭിഷേക തീയിൽ നിറയുക, അഭിഷേക തീയിൽ നിറയുക. ആത്മ നിറവിൽ ആരാധിക്കുക. അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്. കെട്ടുകൾ പൊട്ടുന്നതാ, കെട്ടുകൾ പൊട്ടുന്നതാ, കെട്ടുകൾ പൊട്ടുന്നതാ. ദൈവജനം അനുഗ്രഹിക്കാൻ വിടാതെ കെട്ടിയിരിക്കുന്ന പിശാചിന്റെ കെട്ടുകൾ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ, ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുകൃപ, പുതുകൃപ, പുതുകൃപ. സ്വർഗം താണിറങ്ങി വരുന്നു,
സ്വർഗം താണിറങ്ങി വരുന്നു. കരങ്ങളെ തട്ടി ആരാധിക്കുക. വെറും കയ്യും കെട്ടി ഇരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക. ആമേൻ. മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ സ്വർഗത്തിലെ ദിവ്യ കൃപ നിങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. നിങ്ങളിൽ അവൻ തൊടുന്നു, അവൻ സ്പർശിക്കുന്നു, അവൻ അനുഗ്രഹിക്കുന്നു. ആർത്തി സ്വഭാവം മാറട്ടെ, ആർത്തി സ്വഭാവം മാറട്ടെ. അന്നുള്ള അനുഗ്രഹം, അന്നുള്ള അഭിഷേകം എന്റെ ദൈവം എനിക്ക് തരണമേ, എന്റെ ദൈവം എനിക്ക് തരണമേ. ആർത്തി ദുഃഖത്തെ കൊണ്ടുവരും, ആർത്തി പ്രശ്നങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് 1 തെസ്സലോനിക്കർ 4 അധ്യായം 13 വചനത്തിൽ പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖം. ആമേൻ. ആദ്യം നാം ധ്യാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ ആർത്തി കൊണ്ടുവരുന്ന ദുഃഖം. രണ്ടാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് പ്രത്യാശ ഇല്ലാത്തവരുടെ ദുഃഖം. എന്താണ് നമ്മുടെ പ്രത്യാശ? ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 1 തെസ്സലോനിക്കർ 2 അധ്യായം 19 വചനത്തിലെ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ അവനോട് കൂടെ ഞാനും കാണും. ദിസ് ഈസ് അവർ ഹോപ്പ്. ഇതാണ് നമ്മുടെ പ്രത്യാശ. യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ അവനോട് കൂടെ ഞാനും കാണപ്പെടും. I will be available with Jesus Christ at his coming. യേശു വരുമ്പോൾ യേശുവോട് കൂടെ ഞാനും ഉണ്ടാകും. That is our hope. ഈ പ്രത്യാശയില്ലാത്തവന് ദുഃഖമുണ്ട്. അവന്റെ ജീവിതത്തിൽ സന്തോഷമില്ലവേ ഇല്ല. അവൻ എന്നും ദുഃഖിതനാണ്, എന്നും ദുഃഖിതനാണ്. ആമേൻ. പ്രത്യാശയില്ലാത്തവന് ഈ ലോകം ദൈവം, ലോകമാണ് ദൈവം. നിങ്ങൾ പന്നിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പന്നി ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഉയരത്തിൽ നോക്കുകയില്ല. അത് താഴെ നോക്കിക്കൊണ്ടേ പോകും. ചെത്ത് കഴിഞ്ഞ് അറുക്കാൻ വേണ്ടി വടിയിൽ കെട്ടി കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ജീവൻ ശരീരത്തിൽ ഇല്ലാത്തപ്പോൾ പന്നി മുകളിലേക്ക് നോക്കും. പല മനുഷ്യരും ജീവിച്ചിരിക്കുമ്പോൾ ഉയരത്തിൽ നോക്കുകയില്ല. പെട്ടിയിൽ ഇട്ട് മണ്ണിൽ കുഴിച്ചിടാൻ കൊണ്ടുപോകുമ്പോൾ കണ്ണ് മുകളിലോട്ടിരിക്കും, പക്ഷെ ജീവൻ കാണുകയില്ല. ആമേൻ. ചിലരുടെ ദൈവം ഈ ലോകമാണ്. അവന് പ്രത്യാശ ഇല്ലവേ ഇല്ല.